നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അറബിക്കടലിൽ കേരള തീരത്ത് രൂപപ്പെട്ട ന്യൂനമർദ്ദവും ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദവും ചുഴലിക്കാറ്റാവും. ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടി, മിന്നൽ, കാറ്റ് എന്നിവയോട് കൂടിയ മിതമായ അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇന്ന് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴ പെയ്യും. ഇന്നു മുതൽ നാളെ വരെ ശക്തമായ മഴയ്ക്കാണ് സാധ്യത. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലെ ശക്തി കൂടിയ ന്യൂനമർദ്ദം മധ്യബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. മെയ് 25 രാവിലെയോടെ മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റായും തുടർന്ന് മെയ് 25 വൈകുന്നേരത്തോടെ വീണ്ടും ശക്തി പ്രാപിച്ച് തീവ്ര ചുഴലിക്കാറ്റായും ഇത് മാറാൻ സാധ്യതയുണ്ട്. തുടർന്ന് മെയ് 26 രാത്രിയോടെ ബംഗ്ലാദേശ് പശ്ചിമ ബംഗാൾ തീരത്ത് സാഗർ ദ്വീപിനും ഖെപുപാറയ്ക്കും ഇടയിൽ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനത്ത് ഇന്ന് എല്ലാ ജില്ലകളിലും മഴ പെയ്യും. അതേസമയം മുന്നറിയിപ്പുകളിൽ മാറ്റമുണ്ട്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കൂടിയാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. റിമാൽ എന്ന ചുഴലിക്കാറ്റാണ് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടിരിക്കുന്നത്. റിമാൽ ഞായറാഴ്ച അതിതീവ്ര ചുഴലിക്കാറ്റായി കരയിൽ പ്രവേശിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ചുഴലിക്കാറ്റുകളുടെ പട്ടികയിലേക്ക് ഒമാൻ നൽകിയിരിക്കുന്ന പേരാണ് റിമാൽ. ഈ സീസണിലെ ആദ്യ ചുഴലിക്കാറ്റാകും ഇത്. ഇന്നലെ അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ തീവ്രത കാലാവസ്ഥാ കേന്ദ്രം നിരീക്ഷിച്ചു വരികയാണ്. ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലുമുള്ള ന്യൂനമർദ്ദങ്ങളെ തുടർന്ന് കടലിൽ ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയുമാണ്. അതിനാൽ കേരള തീരത്തു നിന്നുള്ള മത്സ്യബന്ധന വിലക്ക് തുടരുകയാണ്. അതിനിടെ കാത്തിരുന്ന വേനൽ മഴ പെയ്തപ്പോൾ ലഭിച്ചത് അധികം മഴ. മാർച്ച് മുതൽ ഇന്നലെ വരെ ലഭിക്കേണ്ട വേനൽ മഴയേക്കാൾ 35% അധികമാണ് കോട്ടയത്ത് കഴിഞ്ഞ ദിവസം പെയ്തിറങ്ങിയത്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ മഴക്കുറവ് 40% വരെ വന്ന ശേഷമാണ് മഴ പെയ്തിറങ്ങിയത്. ഇതോടെ ആറുകളിലെ ജലനിരപ്പ് ഉയർന്നു. ആഴ്ചകൾക്കുള്ളിലാണ് മഴ ജില്ലയിൽ ശക്തമായി പെയ്തു തുടങ്ങിയത്. ആദ്യ ദിനങ്ങളിൽ കിഴക്കൻ മേഖലയിൽ ശക്തമായ മഴ പെയ്തപ്പോൾ കഴിഞ്ഞ ദിവസം പടിഞ്ഞാറൻ മേഖലയിലാണ് മഴ കനത്തത്. ദിവസങ്ങളെ തുടർന്ന വേനൽ മഴയിൽ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. കനത്ത മഴയെ തുടർന്ന് ഉണ്ടായ വെള്ളക്കെട്ട് ജനജീവിതത്തെ സാരമായാണ് ബാധിക്കുന്നത്. റോഡുകളിലും വീടുകളിലും വെള്ളം കയറി. ഇന്നലെ വൈകിട്ട് പെയ്ത മഴയിൽ കൊച്ചിയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിന് അടിയിലായി. കോഴിക്കോടും കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. കക്കയം തലയോട് റോഡിൽ മരം റോഡിലേക്ക് കടപുഴകി വീണു. ഇന്നലെ വെള്ളം കയറിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ വാർഡുകൾ രാവിലെ പൂർവ്വസ്ഥിതിയിലായി. താമരശ്ശേരി താലൂക്കിലെ കിനാലൂർ വില്ലേജിൽ KSIDC കെട്ടിടത്തിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു. സംഭവത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മരം വീണ് പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. കാസർഗോഡ് നീലേശ്വരം തൈക്കടപ്പുറത്ത് നങ്കൂരമിട്ട ബോട്ട് തകർന്നു. കനത്ത കാറ്റിലാണ് തകർന്നത്. കപ്പലിലെ വടംപൊട്ടി അടുത്തുണ്ടായിരുന്ന പാറയിലിടിച്ചാണ് ബോട്ട് തകർന്നതെന്നാണ് നിഗമനം. ഇന്നലെ നങ്കൂരമിട്ട ബോട്ടാണ് ഇന്ന് രാവിലെ തകർന്ന നിലയിൽ കണ്ടത്. കാസർഗോഡ് ശക്തമായ മഴ ഇല്ലെങ്കിലും പ്രദേശത്ത് ശക്തമായ ഇടിമിന്നലും കാറ്റുമുണ്ട്. കാസർഗോഡ് ഇന്നലെ ഉണ്ടായ ഇടിമിന്നലിൽ ഒരാൾ മരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.